തനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയതും സാക്ഷി ഇറങ്ങാനൊരുങ്ങി. അന്നേരമാണ് അവളുടെ ഡ്രസ്സിന് പിറകുവശത്ത് സിബ് ഇളകിയിരിക്കുന്നത് അഗ്നി ശ്രദ്ധിച്ചത്. അവളുടെ പുറംഭാഗവും ഇന്നർ വെയറുമൊക്കെ ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. സാക്ഷി ഡോർ തുറന്നതും അഗ്നിയുടെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കിയതും അവനത് പറയാൻ ചെറിയ ചമ്മൽ തോന്നിയെങ്കിലും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് കരുതി പറഞ്ഞു, തൻ്റെ ഡ്രസ്സിൻ്റെ സിബ് ഇളകിയിരിക്കുക. അത് കേട്ടതും അവൾ ഒരുതരം പിടച്ചിലോടെ തിരിഞ്ഞു. പുറം ഭാഗം അവന് കാണാതിരിക്കാൻ പാടുപെട്ട് സിബിടാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കി അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുടി വകഞ്ഞു മാറ്റി സിബിട്ട് കൊടുത്തതും രണ്ടുപേർക്കും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കാൻ മടി തോന്നി. സാക്ഷി അവനോട് ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നിറങ്ങി ധൃതിയിൽ നടന്നു പോകുന്നത് അഗ്നി ശ്രദ്ധിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അന്നേരം അഗ്നി നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സാക്ഷി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു മുന്നോട്ട് നടന്നു. സാക്ഷി പോയതും അഗ്നിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. നേരത്തെ അവൾ സമ്മാനിച്ച ചുംബനം ഓർമ്മ വന്നതും അവൻ്റെ കൈ അറിയാതെ അവൻ്റെ കവളിൽ തലോടി. എന്തൊക്കെയോ ആലോചിച്ചു അവൻ ചെറുതായി മയങ്ങിപ്പോയിരുന്നു. ആരോ വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് അഗ്നി ഗ്ലാസ് താഴ്ത്തുന്നത്. അപ്പോഴാണ് സാക്ഷിയും താങ്ങി പിടിച്ചു നിൽക്കുന്ന റോസിനെയും നന്ദുവിനെയും കാണുന്നത്. അതുകണ്ട് അഗ്നി പെട്ടെന്ന് ഡോർ തുറന്നു കാര്യം അന്വേഷിച്ചു. എൻ്റെ ഡെവിലെ ഒന്നും പറയണ്ട, ആ രമേശിനോടുള്ള ദേഷ്യത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് കരുതി ആൽക്കഹോൾ എടുത്ത് മോന്തിയതാണ്. പിന്നെ കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. ഇനി അവൾ ഇവിടെ നിന്നാൽ വല്ലതും നടക്കും. ആരായി രമേശ്? അഗ്നി റോസിനെ നോക്കി അത് ചോദിച്ചതും സാക്ഷി പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. അവളുടെ നാക്ക് നല്ല പോലെ കുഴയുന്നുണ്ടായിരുന്നു. എൻ്റെ ഡെവിലെ ഒന്ന് കൊണ്ടുപോകൂ, റോസ് അഗ്നിയോട് കെഞ്ചി പറഞ്ഞു. എൻ്റെ പേര് ഡെവിൾ എന്നല്ല, സോറി സാച്ചു അങ്ങനെയാ പറയാറ്. എന്നാൽ ബോഡി ഗാർഡ് ചേട്ടനെ ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ എന്ന് റോസ് പറഞ്ഞതും അഗ്നി ഡോർ തുറന്നു. സാക്ഷിയെ അവരവിടെ എങ്ങനെയൊക്കെ ഇരുത്തി ഡോർ ക്ലോസ് ചെയ്തു. ബോഡി ഗാർഡ് ചേട്ടൻ സാക്ഷിയുടെ മാത്രം ഡെവിളാണല്ലേ? അറിഞ്ഞില്ല, സോറി. എന്തായാലും അവളുടെ ഉള്ള ബോധം കൂടി പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാൻ നോക്ക്. അത് കേട്ട അഗ്നി ഒന്ന് അമർത്തി മൂളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. സാക്ഷിയാണെങ്കിൽ ആകെ കിളിപ്പോയി നിൽക്കുവാണ്. ഏതോ ഡെവിളെ, ഞാനൊന്നും കഴിച്ചില്ലെന്ന് എനിക്ക് വിശക്കുന്നു. താൻ വണ്ടി നിർത്തി എനിക്ക് വല്ലതും വാങ്ങിത്തരാവോ? ഒരു കുപ്പി വോഡ്ക വാങ്ങിത്തരട്ടെ? അതെന്തുവാ ഡെവിളെ? കുന്തം, ഒന്നും മിണ്ടാതിരിക്കുവോ? ഈ വെള്ളമടി പതിവുള്ളതാണോ അതോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ ഡെവിളെ. അവനില്ല രമേശ്, അവൻ എന്നെ ചൊറിഞ്ഞു. അപ്പോൾ ഞാൻ എന്തോ ഒന്നെടുത്ത് കുടിച്ചു. ഡെവിളിന് അവനെ ഇരുട്ടടി കൊടുക്കാൻ പറ്റുമോ? അവൻ മഹാ ചറ്റയാ. ഞാൻ കൊട്ടേഷൻ പണി സ്വീകരിക്കാറില്ല. ഡെവിളിന് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. ഈ കോലത്തിൽ എങ്ങനെയാ വീട്ടിൽ കയറി ചെല്ലുക? തൻ്റെ അച്ഛൻ എന്ത് കരുതും? അയ്യോ ഡെവിളെ, അച്ഛൻ്റെ മുന്നിൽ പെട്ട ഇന്നത്തോടെ എൻ്റെ പാർട്ടിക്ക് പോക്ക് നിൽക്കും. ഞാൻ ഇന്ന് നന്ദുവിൻ്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിക്കാണും. അതുകൊണ്ട് ഞാനിന്ന് ഡെവിളിൻ്റെ കൂടെ താമസിച്ചോളാം. എന്തോന്ന്? ഞാനിന്ന് ഡെവിളിൻ്റെ കൂടെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാന്ന്. എന്നിട്ട് വേണം നാളെ രാവിലെ പുതിയ കഥ മെനയാൻ. ഇല്ല ഡെവിളെ, അച്ഛനെന്നെ ഈ കോലത്തിൽ കണ്ട സങ്കടാവും. മന്ത്രിയാണെങ്കിലും ഞാൻ വഴി തെറ്റി പോകുന്നത് കണ്ട അച്ഛന് സഹിക്കില്ല. അതുകൊണ്ടാ പ്ലീസ് ഡെവിൾ, ഞാനിന്ന് നല്ല കുട്ടി ആയിക്കോളാം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പൊക്കോളാം. അത് കേട്ടതും അഗ്നി താല്പര്യമില്ലാത്ത മട്ടി മൂളി. സ്ഥലമെത്തി, താൻ ഇറങ്ങ്. അഗ്നി അത് പറഞ്ഞതും സാക്ഷി എങ്ങനെയാ ഇറങ്ങുക എന്ന പോലെ നോക്കി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞവൻ ഇറങ്ങിയ ശേഷം ഡോർ തുറന്നു കൊടുത്തു. ഇറങ്ങി. എന്താ ഇറങ്ങാൻ? എങ്ങനെയാ ഇറങ്ങുക? എന്നെ എടുക്കുമോ? ഇപ്പം അവളുടെ ബാക്കിയുള്ള കിളികളും പോയിരിക്കുവാണെന്ന് അവന് മനസ്സിലായി. കൊച്ചു കുഞ്ഞിനെ പോലെ അവന് നേരെ കൈ രണ്ടും ഉയർത്തി എന്നെ എടുക്കുക എന്ന് പറയുന്ന അവളെ കണ്ടതും അഗ്നി വേറെ വഴിയില്ലാതെ പരിസരത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവളെ കൈകളിൽ കോരിയെടുത്ത് ഔട്ട് ഹൗസിലേക്ക് നടന്നു. മുറി തുറന്ന് അകത്ത് കയറിയ അഗ്നി അവളെ ബെഡിലേക്ക് ഒരേറായിരുന്നു. അമ്മേ, എൻ്റെ നടു ഒടിഞ്ഞു. താൻ എന്ത് പണിയാ ഡെവിളെ കാണിച്ചത് എന്നും പറഞ്ഞ് അവൾ ഗൗൺ പൊക്കാനൊരുങ്ങിയതും അഗ്നി അതിനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, താൻ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? ഡെവിളിൻ്റെ നടു നല്ല വേദനയാണ്. എവിടെയാ വേദന എന്ന് നോക്കാനാ? സാക്ഷി ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്നും പറഞ്ഞു അവൻ നെറ്റിത്തട ഒഴിഞ്ഞു. ഡെവിളെ, എനിക്ക് വിശക്കുന്നു, ഇവിടെ വല്ലതുണ്ടോ? വയറൊഴിഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടതും അവന് ചെറിയ വിഷമം തോന്നി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളെ നോക്കി പറഞ്ഞു, മിണ്ടാതെ അവിടെ കിടന്നോളൂ. അതും പറഞ്ഞ് അവൻ പുറത്തിറങ്ങാൻ നേരാണ് അവൾ പിന്നിൽ നിന്നും പറയുന്നത്, ഡെവിൾ നക്ഷത്രം എണ്ണാൻ പോവുകയാണോ? ഞാനും കൂടി വരട്ടെ? നമുക്ക് ഒരുമിച്ച് നക്ഷത്രം എണ്ണി കളിക്കാം. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. എന്നിട്ട് വേണം അവിടുത്തെ ക്യാമറയിൽ അത് കൃത്യമായി പതിഞ്ഞു തൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിന് പിടിക്കാൻ, അല്ലേ?
ഞാൻ എങ്ങും പോണില്ല പോരെ, ദൈവത്തെ ഓർത്ത് അടങ്ങി അവിടെ എങ്ങാനും കിടക്കാൻ നോക്ക്. ഡെവിളെ, എനിക്ക് ഡ്രസ്സ് മാറണം, ഇതിട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഡെവിളെ, അതുകൊണ്ടേ എനിക്കൊരു ഡ്രസ്സ് തരാമോ? അത് കേട്ട അഗ്നി അവൻ്റെ ഒരു 3/4 ടീഷർട്ടും അവൾക്ക് നേരെ എറിഞ്ഞു. ഞാൻ പുറത്ത് നിൽക്കാം, താനത് ചേഞ്ച് ചെയ്യുന്നവൻ പറഞ്ഞു ഡോറും അടച്ചു പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞതും എന്നൊരു ശബ്ദം കേട്ടിട്ടാണ് അവൻ അകത്തേക്ക് വരുന്നത്. അകത്ത് കയറി അഗ്നിയുടെ കിളികളെല്ലാം രാജ്യം വിട്ടുപോയി എന്ന് വേണം പറയാൻ. വെറും ടീഷർട്ട് മാത്രമാണ് അവളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത് ഉള്ളതിനാൽ കഷ്ടിച്ച് നഗ്നത മറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ കാലം മുഴുവൻ അവന് മുന്നിൽ അനാവൃതമാണ്. ഒരു പ്രാവശ്യമേ അഗ്നി അവളെ നോക്കിയുള്ളൂ. പെട്ടെന്ന് നോട്ടം മാറ്റി പാൻ്റ് എടുത്തിടാൻ പറഞ്ഞു. അതെനിക്ക് പാകം ആവുന്നില്ല ഡെവിളെ. കിളിപ്പോയ അവൾ ഇതല്ല ഇതിനപ്പുറവും കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാളെ രാവിലെ ഈ കുരിശിന് ഇത് വല്ലതും ഓർമ്മ കാണുമോ? എവിടെന്ന്? ഇവളുടെ അഹങ്കാരം ഇത്തിരി കുറയ്ക്കണമെങ്കിൽ ഈ ഒരു കോലത്തിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിൽ കരുതി അവൾ അറിയാതെ ഒരു ഫോട്ടോ എടുത്ത ശേഷം അവൻ്റെ മുണ്ട് അവൾക്ക് ഉടുപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അവളോട് കിടന്നോളാൻ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ ബെഡിൽ പോയി കിടന്നു. ഡെവിളെ, എങ്ങോട്ടായി പോകുന്നത്? ഇവിടെ വന്ന് കിടക്കുകയെന്നും പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് വലിച്ചതും അവൻ നേരെ ചെന്ന് വീണത് ബെഡിൽ അവളുടെ അരികിലും. തൊട്ടടുത്ത നിമിഷം അവൾ അവനെ ഇറുകെ പുണർന്നിരുന്നു. ഞാനിങ്ങനെ ഉറങ്ങിക്കോട്ടെ ഡെവിളെ എന്നും പറഞ്ഞു കുറുകിക്കൊണ്ട് അവനോട് ഒന്നുകൂടി ഒട്ടിച്ചേർന്ന് കിടന്നു. അവളെ പിടിച്ചു മാറ്റി അവൾ വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടും എന്നറിയാവുന്ന അഗ്നി അവൾ ഉറങ്ങിക്കഴിഞ്ഞു എഴുന്നേൽക്കാം എന്ന് കരുതി അവളെ എതിർക്കാതെ അതുപോലെ കിടന്നു. പക്ഷെ ക്ഷീണം കാരണം അവളോടൊപ്പം അവനും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ആദ്യം ഉണർന്നത് സാക്ഷിയായിരുന്നു. അവൾക്ക് തല പൊട്ടിപ്പൊളിയും പോലെ തോന്നി. കണ്ണു വലിച്ചു തുറന്നു നോക്കിയപ്പോഴാണ് താൻ ആരുടെയോ കരവലയത്തിനുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. തലചരിച്ച് മെല്ലെ നോക്കിയതും സുഖമായി ഉറങ്ങുന്ന അഗ്നിയാണ് കാണുന്നത്. താനിപ്പോൾ അവൻ്റെ നെഞ്ചിലാണുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി. അവരിൽ നിന്നും അകന്നു മാറി ഇന്നലത്തെ സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇന്നലെ ആരോടോ ഉള്ള ദേഷ്യത്തിൽ എന്തോ എടുത്ത് കുടിച്ചത് മുതൽ പിന്നീട് അഗ്നിയുടെ കൂടെ അവൻ്റെ മുറിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു മിന്നായം പോലെ ഓർമ്മ വന്നതും അവൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. അതിനുശേഷം എന്താണ് നടന്നത് എന്ന് അവൾക്ക് ഓർമ്മ വരുന്നില്ലായിരുന്നു. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയ സാക്ഷി ഞെട്ടി പണ്ടാരടങ്ങി അഗ്നി ഒന്ന് നോക്കി. അവൻ്റെ മുണ്ടും ടീഷർട്ടുമാണ് താൻ ഇട്ടിരിക്കുന്നത് എന്നറിഞ്ഞതും അവൾക്ക് ജാള്യത തോന്നി. ഏതു നേരവും ഏർപിടിച്ച് നിൽക്കുന്ന അവൻ്റെ നിഷ്കളങ്കമായ മുഖമാണ് അവിടെ അവൾക്ക് കാണാൻ പറ്റിയത്. ഏതോ ഒരു ഉൾപ്രേരണയിൽ അറിയാതെ അവൻ്റെ മുടിയിലൂടെ ഒന്ന് വിരലൊടിച്ചു. അവൻ്റെ മുഖത്തേക്ക് അവളുടെ മിഴികൾ ഉടക്കി. അവിടെ കണ്ട ക്ലോക്കിൽ കണ്ണുടക്കിയതും സമയം 5 മണി. ഇനി ഇവിടെ നിന്നാൽ അത് ഒരു പക്ഷേ തന്നേക്കാൾ കൂടുതൽ ബാധിക്കുക അവനെ ആയിരിക്കും എന്ന് തോന്നിയ സാക്ഷി മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ഡ്രസ്സും എടുത്ത് ഡോറും തുറന്ന് അവിടുന്ന് പോയി. ആരും കാണാതെ എങ്ങനെയൊക്കെ വീടിനുള്ളിൽ കയറി അവളുടെ മുറിയിൽ ചെന്നു. ഡ്രസ്സ് മാറി വാഷ്റൂമിൽ ചെന്ന് ഷവർ ഓൺ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ സംഭവങ്ങളും അവളുടെ ഓർമ്മകളിൽ വന്നതും അവൾ അറിയാതെ തന്നെ സ്വയം തലയ്ക്ക് കൈ കൊടുത്ത് നിന്ന് പോയി. ഫ്രഷായി വന്ന സാക്ഷി നേരെ ചെന്നത് CCTV കൺട്രോളിംഗ് റൂമിലേക്കാണ്. അവിടെ ചെന്ന് ഇന്നലത്തെ രാത്രി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നോക്കി. വണ്ടിയിൽ നിന്നിറങ്ങിയ താൻ അഗ്നിക്ക് നേരെ തന്നെ എടുക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നതും അവൻ തന്നെ കൈകളിൽ കോരിയെടുത്ത് നടക്കുന്നതും കണ്ടതും അവളുടെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ദൃശ്യം അവളുടെ ഫോണിലേക്ക് പകർത്തിയ ശേഷം അവൾ അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി അതൊക്കെയും ഡിലീറ്റ് ചെയ്തു. മുറിയിൽ വന്നിരുന്ന് ഒന്നുകൂടി തൻ്റെ ഫോണിലെ വീഡിയോയിലേക്ക് നോക്കി. പിന്നെ ഫോൺ വെച്ചു അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ അവളിൽ മിന്നായം പോലെ ചില രംഗങ്ങൾ തെളിഞ്ഞു വന്നു. സാക്ഷിയുടെ കഴുത്തിൽ അഗ്നി താലി ചാർത്തുന്നതും അവൻ്റെ കൈകളാൽ അവളുടെ സീമന്തരേഖ ചുവപ്പിക്കുന്നതും സാക്ഷി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു മുടിയിൽ കൊരുത്തു വലിച്ചു. ഇത്തവണ അവൾക്ക് അത് വെറും സ്വപ്നമായി തോന്നിയില്ല. എന്നോ തൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയ ചില നിമിഷങ്ങൾ പോലെ. തല വീണ്ടും അവൾക്ക് പൊട്ടിപ്പൊളിയും പോലെ തോന്നി. വ്യക്തമല്ലാത്ത രീതിയിൽ വീണ്ടും ചില മങ്ങിയ ഓർമ്മകൾ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. തല പെരുകും പോലെ തോന്നി. ഉറക്കെ നിലവിളിക്കാൻ തോന്നി. വാഷ്റൂമിൽ ചെന്ന് ഷവറിനിടയിൽ കുറേ നേരം നിന്നു. അതും വെറും സ്വപ്നമാണെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഡ്രസ്സ് മാറി വന്നു. ഇതേസമയം അഗ്നി തൻ്റെ മുറിയിലിരുന്ന് ഫോണിലുള്ള തൻ്റെയും സാക്ഷിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് നോക്കിയിരിപ്പായിരുന്നു. ശ്രീ, എന്തിനാണ് നീ എന്നെ തനിച്ചാക്കി ഒരു വാക്ക് പോലും പറയാതെ പോയത്? നീ എന്നോട് പറയാൻ ബാക്കി വെച്ച ആ കാര്യം, അത് നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഞാൻ വരുന്നത് വരെ നിനക്കന്ന് കാത്തിരിക്കാമായിരുന്നില്ലേ? നിന്റെ ഓർമ്മകളും പേര് ഞാൻ എത്രയോ നാളുകൾ നിനക്കായി അലഞ്ഞു നടന്നു. ഇപ്പം എൻ്റെ ഓർമ്മകൾ പോലും നിന്നിൽ അവശേഷിക്കുന്നത് ഞാനൊരു ആഭാസനായിട്ടാണ്. ഞാൻ നിനക്കൊന്ന് വെറും അന്യനാണല്ലേ ശ്രീ. ഇനി എനിക്കെൻ്റെ പഴയ ശ്രീയെ തിരിച്ചു കിട്ടുമോ? കിട്ടില്ലെന്നറിയാം. എങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാനും നീയും ഒരുമിച്ചുണ്ടായിരുന്ന ആ ദിവസങ്ങൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നിഴൽ പോലെ ഞാൻ കൂടെ നിൽക്കുന്നത്. അവൻ്റെ കണ്ണുകൾ അന്നേരം ഏറെ നണിഞ്ഞിരുന്നു.
സാക്ഷിക്ക് തലവേദന ആയതിനാൽ അന്നേ ദിവസം അവൾ കോളേജിൽ പോയില്ലായിരുന്നു. അതുകൊണ്ട് അഗ്നിക്കും പ്രത്യേകിച്ച് ഡ്യൂട്ടിയും ഇല്ലായിരുന്നു. അഗ്നിയും അന്ന് മുഴുവൻ മുറിയിൽ ചടഞ്ഞുകൂടിയിരുന്നു. പിറ്റേന്ന് രാവിലെ സാക്ഷിയെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പുറത്ത് വണ്ടിയുമായി കാത്തിരിക്കുകയായിരുന്നു അഗ്നി. സാക്ഷിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവനെ ഫേസ് ചെയ്യാൻ ഒരു മടി തോന്നി. പിന്നെ അവനെ ശ്രദ്ധിക്കാതെ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറിയിരുന്നു. സാക്ഷിയാണെങ്കിൽ ചമ്മൽ കാരണം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുമില്ല. കെട്ടൊക്കെ വിട്ടുപോവോ? എന്താ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓ, സാക്ഷി പുച്ഛിച്ച് തള്ളി. എന്ത് ഓ? ഞാൻ മുഴുവൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, കാണണോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ചുമ്മാ പറഞ്ഞതൊന്നും അല്ലെന്ന്. ദേ നോക്കിക്കേ, ഈ ഫോട്ടോ കണ്ടോ എന്നും പറഞ്ഞ് അവൻ എടുത്ത ആ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടിയതും അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. താൻ വീട്ടിലും ഇങ്ങനെയാ? കൊള്ളാം, നന്നായി ചേരുന്നുണ്ട്. സാക്ഷി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ നേരം അഗ്നി കള്ളച്ചിരിയോടെ പോക്കറ്റിട്ട് അവളെ ഒന്ന് നോക്കി. അന്നേരം സാക്ഷിയുടെ മുഖം ബലൂൺ പോലെ വീർത്തു വന്നു. ഇത് ഭയങ്കര മോശമാണ് കേട്ടോ ഇവളെ. അയ്യേ, അത് ഡിലീറ്റ് ചെയ്യേ. ഇതുമാത്രമല്ല, ഇതൊക്കെ മേലെയായിരുന്നു തൻ്റെ ഓരോ പെർഫോമൻസും. എന്നെ പ്രലോഭിപ്പിക്കാൻ താൻ ഒരുപാട് ശ്രമിച്ചതാ. ഞാനൊരു മാന്യനായതുകൊണ്ടേ ഒന്നും സംഭവിച്ചില്ല. താൻ കള്ളം പറയുന്നതാ. എവിടെ ബാക്കിയുള്ള വീഡിയോസൊക്കെയും ഞാൻ നോക്കട്ടെ. അത് കാണിക്കില്ല. ദേ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കൂട്ടോ ഡെവളെ. ഇവിടെ മുഴുവനും താനാണ് പെർഫോം ചെയ്യുന്നുള്ളത്. ഇതൊക്കെ അച്ഛനോട് പറയുന്നത് വളരെ മോശമാണ്. എങ്കിലത് ഡിലീറ്റ് ചെയ്യേ. സോറി, ഞാൻ അതൊക്കെ ഒന്ന് കണ്ട് രസിക്കട്ടെന്നേ. അന്നേരത്തെ തൻ്റെ ലുക്ക്. അഗ്നി സാക്ഷിയെ ഏറി കയറ്റി വിട്ടു. സാക്ഷിക്ക് അന്നേരം അവനോട് ദേഷ്യം തോന്നി. എങ്ങനെയെങ്കിലും അവൻ്റെ ഫോൺ അടിച്ചു മാറ്റി ആ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യണമെന്ന് എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിനുള്ള അവസരം വരട്ടെ എന്ന് കരുതി അവൾ കാത്തിരുന്നു. അന്ന് രാത്രി അഗ്നി ഗാർഡൻ ബെഞ്ചിലിരുന്ന് മാനം നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാണ് സാക്ഷി പിന്നാമ്പുറത്തുകൂടി എങ്ങനെയോ ഗാർഡ്സ് താമസിക്കുന്ന ഔട്ട് ഹൗസിൽ അഗ്നിയുടെ മുറിയിലേക്ക് കടക്കുന്നത്. ഡോർ തുറന്നു കിടപ്പുണ്ടായതിനാൽ സാക്ഷിക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവൻ്റെ ഫോൺ കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവൾ മുറിയിൽ ചെന്നത്. അവൻ്റെ ഫോൺ കാണാനിട്ട് അവൾ അവിടെ മുഴുവനും അരിച്ചു പെറുക്കി. അവസാനം തലയണയുടെ അടിയിൽ നിന്നാണ് അവൾക്ക് ഫോൺ കിട്ടിയത്. പക്ഷേ ഫോൺ ലോക്കായിരുന്നു എന്നത് അവളെ നിരാശയാക്കി. അഗ്നിദേവ്, ഡെവൽ, ദേവ്, അഗ്നി, പിന്നെ അവൾക്ക് തോന്നിയ നമ്പറൊക്കെ ട്രൈ ചെയ്തുവെങ്കിലും ലോക്ക് തുറന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ അഗ്നിയുടെ പിടി വീണത്. അവനെ നോക്കി നന്നായിട്ട് ഇളിച്ചു കാണിച്ച് അവനിൽ നിന്ന് പിടിപിടിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ നോക്കി. താനെന്താ ഇവിടെ? കുറച്ച് മണ്ണെണ്ണയും ഗോതമ്പും വാങ്ങിക്കാൻ വന്നതാ. അത് കേട്ടതും അഗ്നി ഉറക്കെ ചിരിച്ചു. ശേഷം ഇത്രയും മതിയോ എന്ന് ചോദിച്ചു. പോരെന്നേ, കുറച്ചുകൂടി ചിരിക്കേണ്ട ഡെവിളേ. അതൊക്കെ വിട്, പറ, എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? തനിക്ക് എന്താ ഇവിടെ കാര്യം? എനിക്ക് ഡെവിളിനെ കാണാൻ തോന്നി, അങ്ങനെ വന്നതാ. ഓരോ നിമിഷം പോലും ഡെവിളിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നായിരിക്കുക. അതെന്താ ഡെവിളെ? ഇതാണോ ഡെവിളെ പ്രണയം? കുന്തം, സത്യം പറയടി, എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ ചുമ്മാ. സാക്ഷി തപ്പിത്തടഞ്ഞു. വെറുതെയോ എന്നും പറഞ്ഞ് അവളുടെ കൈ പിറകിലോട്ട് വലിച്ച് അവനോട് അടുപ്പിച്ചു. എൻ്റെ കൈ, ഡെവിളെ കൈവിട്, എനിക്ക് വേദനിക്കുന്നു. ഫോണിൻ്റെ ലോക്ക് എടുക്കാൻ പറ്റിയില്ല അല്ലേ? കള്ളി തൻ്റെ മറ്റവളാ. എന്താ പറഞ്ഞത്? കള്ളി തൻ്റെ മറ്റവളെന്ന്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നും പറഞ്ഞ് അവളുടെ കാതോരം ചെറുതായി ഊതിയതും സാക്ഷിയുടെ ശരീരം മുഴുവനും കുളിര് കോരുന്നത് പോലെ തോന്നി. അവളിലെ മാറ്റം മനസ്സിലാക്കി അഗ്നി ഒന്നുകൂടി അവളുടെ പിൻകഴുകിലേക്ക് ഊതിയതും അവളുടെ ബലം പിടുത്തം കുറഞ്ഞു വന്നതുപോലെ തോന്നിയ അഗ്നി ഏതോ ഒരു ഉൾപ്രേരണയിൽ അവളുടെ നഗ്നമായ തോളിൽ ചുംബിച്ചു. അവൻ്റെ കുറ്റി താടിയും മീശയൊക്കെ അവിടം ചെറുതായി ഇക്കിളി കൂട്ടി. അവളെ നേരം കണ്ണിറുക്കി അടച്ചു. സ്വബോധത്തിലേക്ക് വന്ന സാക്ഷി അവയെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടിയതും തനിക്ക് സ്വന്തമായത് എന്തോ നഷ്ടപ്പെട്ട വേദനയായിരുന്നു അഗ്നിക്ക്. വാതിൽക്കൽ എത്തിയ സാക്ഷി ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും തൻ്റെ ഫോണിലെ ലോക്ക് കണ്ടുപിടിച്ചിരിക്കും. അതും പറഞ്ഞ് രണ്ടടി മുന്നോട്ട് വെച്ച് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡെവിള് ആളത്ര ശരിയല്ല കേട്ടോ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ആരും കാണാതെ നടന്നകന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. അഗ്നിയെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചു. സാക്ഷി അവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അഗ്നിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, ചില സമയത്ത് സാക്ഷി അവന് മുന്നിൽ എല്ലാം മറന്നു പോകുമായിരുന്നു. പക്ഷെ സാക്ഷി എവിടെയും തനിച്ചു വിടാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. കാരണം മന്ത്രിയുടെ ശത്രുക്കൾക്ക് പുറമെ അവളെ അപകടപ്പെടുത്താൻ ഒരുപാട് പേര് തക്കം നോക്കി നിൽക്കുകയാണെന്ന് അഗ്നിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം, സാച്ചുദയെ, ഞങ്ങൾ എന്നിൻ്റെ വീടിൻ്റെ ഗേറ്റിന് വെളിയിൽ വെയിറ്റ് ചെയ്യുക, നീ പെട്ടെന്ന് വരാൻ നോക്ക്. റോസ് ഫോണിലൂടെ സാക്ഷിയെ വിളിച്ച് സംസാരിക്കുകയാണ്. എടി, അങ്ങനെ ചുമ്മാ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. ആ ടേബിൾ അവിടെ ഗാർഡൻ ഏരിയയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്നെ എങ്ങനെ കണ്ട ഇന്നത്തോടെ എൻ്റെ കഥ കഴിയും. പകൽ പോലെ ഒറ്റയ്ക്ക് പോകരുത് എന്നാണ് അച്ഛൻ്റെ ഓർഡർ. ഇതിപ്പോൾ രാത്രിയും. എടി, നമ്മൾ ചെറുതായി കറങ്ങുന്നു, പിന്നെ ലൈറ്റായിട്ട് വല്ലതും കഴിച്ച് പെട്ടെന്ന് വരാം. പേഴ്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നും പറഞ്ഞ് റോസ് കോൾ കട്ട് ചെയ്തതും സാക്ഷി ആരുടെയും കണ്ണ് പെടാതെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി.
റോസിൻ്റെയും നന്ദുവിൻ്റെയും കൂടെ പുറത്തു പോയ സാക്ഷി തിരിച്ചു വരുമ്പോൾ അവളുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു. കൈത്തണ്ടയിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അത് കാണാതിരിക്കാൻ അവൾ ഷർട്ടിൻ്റെ കൈ താഴ്ത്തി വെച്ച് മറച്ചു പിടിച്ചു. നെറ്റിയിലും ചുണ്ടിനു മുകളിലും പറ്റിയ വേർപ്പ് കണങ്ങൾ തുടച്ചു കളഞ്ഞു. ഒളിച്ചും പാത്തും അകത്ത് കയറാൻ നേരാണ് നെഞ്ചിൽ കൈകെട്ടി മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കാണുന്നത്. അവനെ കണ്ടതും അവൾ ചെറുതായെന്ന് പതറിയെങ്കിലും പുറത്ത് കാട്ടാതെ അവനെ പുച്ഛിച്ച് തള്ളി. കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടാ പോയത്? അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ച് ഇന്നും നല്ല ഫോമിലായിരിക്കുമെന്ന്. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. അത് പറയാൻ താനാരാ? അതെ, ബോഡിഗാർഡിൻ്റെ ജോലി ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവനോട് കൂടുതൽ നേരം സംസാരിക്കാൻ നിൽക്കാതെ അകത്ത് കയറിപ്പോയി. ബോഡിഗാർഡ്? നീ തന്നെ ഇത് പറയണം ശ്രീ. അവൾ പോയതും അഗ്നി ആത്മകഥം പറഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ ചന്ദ്രശേഖരനും അഗ്നിക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കുകയാണ് സാക്ഷി. അഗ്നി, താൻ തന്നെ പറ, ഞാനിനി എന്താ ഇവളെ ചെയ്യേണ്ടത്? ഇന്നലെ രാത്രി നമ്മുടെ കണ്ണ് വെട്ടിച്ച് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചത്? ഇന്നലെ ഇവളെ കുപ്പിക്കൊണ്ട് തലക്കടിച്ച് അവൻ ഇതേവരെ ബോധം വന്നിട്ടില്ല എന്നറിയാനാണ് കഴിഞ്ഞത്. അവന് ബോധം വന്നാൽ അവൻ്റെ ഗ്യാങ്ങും ഇവളെ ബാക്കി വെച്ചേക്കില്ല. ഇതിപ്പോൾ ആ പയ്യൻ മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് ബാക്കിയുള്ളവന്മാർക്ക് ആളെ തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി ഇവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവന്മാരൊന്നിനും മടിയില്ലാത്ത നമ്പർ 1 ക്രിമിനൽസാണ്. അതും പറഞ്ഞ് അയാൾ സാക്ഷിയൊന്ന് നോക്കി. പോട്ടെ, സാരമില്ല. ഇപ്പോൾ അകത്തോട്ട് ചെല്ലി. ഇന്ന് ഈ വീടിന് വെളിയെ ഇറങ്ങാൻ പാടില്ല, കേട്ടല്ലോ? അത് കേട്ടതും സാക്ഷി ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു, ശരി അച്ഛാ. എന്നിട്ട് അഗ്നിയെ നോക്കി കിടലൻ സൈറ്റടിച്ച് കാണിച്ചതും അഗ്നി ചൂളിപ്പോയി. അവളുടെ അച്ഛൻ കണ്ടു കാണുമോ എന്ന പോലെ അഗ്നി അയാളെ നോക്കിയപ്പോൾ അയാൾ മറ്റെന്തോ ചിന്തയിലായിരുന്നു. സാക്ഷി പോയതും ചന്ദ്രശേഖർ തുടർന്നു, അഗ്നി, എനിക്കിവളെ കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിയേ പറ്റൂ. കൂടെ താൻ കൂടി വേണം എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അഗ്നിയുടെ നാട് ഏതോ ഒരു നാട്ടിൻ പുറത്താണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് കുറച്ച് നാൾ തനിക്ക് ഇവളെയും കൊണ്ടുവന്ന് മാറി നിൽക്കാൻ പറ്റുമോ? സർ, അത് എനിക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ വേണ്ട. അതല്ല സർ, സാറിന് എൻ്റെ കൂടെ അവളെ അയക്കാൻ വിശ്വാസമുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് തന്നെ മറ്റാരേക്കാളും വിശ്വാസമാണോ? എനിക്കെൻ്റെ മകളെ എന്നും ഇതുപോലെ കാണണം. തനിക്കറിയോ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ടൈമിൽ ഇവളുടെ കോളേജിൽ സീനിയർ പയ്യൻ്റെ തല ഹോക്കി സ്റ്റിക്ക് വെച്ച് തല്ലി പൊട്ടിച്ചായിരുന്നു. അന്നത് വലിയ പ്രശ്നമായി മാറിയപ്പോൾ അന്നും ഞാനിവളെ ഇതുപോലെ ഇവിടുന്ന് മാറ്റിയതാ. അന്ന് ഇവിടുന്ന് ഒറ്റക്കായിരുന്നു പോയത്. പക്ഷെ പോയതുപോലെ ആയിരുന്നില്ല അന്ന് ഇവൾ തിരിച്ചു വന്നത്. അതും പറഞ്ഞ് അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു അവിടുന്ന് പോയി. സാക്ഷിയും കൊണ്ട് അഗ്നി തൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെയും എടുത്തു വെക്കുന്നതിനിടയിലാണ് അവൻ തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു പ്രഗ്നൻസി കാർഡ് കയ്യിലെടുക്കുന്നത്. അതിൽ തെളിഞ്ഞു കാണുന്ന 2 ചുവന്ന വരയിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകി വന്നു. ഈ യാത്ര നഷ്ടപ്പെട്ടു പോയതിലെ ഭാഗികമായ ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ശ്രീ. അന്ന് നമുക്കിടയിൽ സംഭവിച്ചതൊക്കെയും ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നിനും വേണ്ടിയല്ല. നീ എനിക്ക് സർപ്രൈസായി തന്നിട്ട് പോയ ഈ കാർഡ്, ഇതിലെ ഈ ചുവന്ന വരകൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞിപ്പോൾ എനിക്കറിഞ്ഞേ പറ്റൂ ശ്രീ. അതും മനസ്സിൽ പറഞ്ഞു അവൻ ആ കാർഡ് എടുത്തെടുത്ത് വെച്ച് കണ്ണ് തുടച്ചു മുഖത്ത് ഗൗരവത്തിൻ്റെ മുഖമൂടി അണിഞ്ഞു ബാഗും എടുത്ത് പുറത്തിറങ്ങി.